കാട്ടാന ആക്രമണത്തിൽ വൃദ്ധദമ്പതികൾ കൊല്ലപ്പെട്ട കണ്ണൂർ ആറളത്ത് നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് ഉണ്ടാവുന്നത്. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളുമായി എത്തിയ ആംബുലൻസുകൾ മണിക്കൂറുകളായി നാട്ടുകാർ തടഞ്ഞിട്ടിരിക്കുകയാണ്. സ്ഥലത്തെത്തിയ KPCC അധ്യക്ഷൻ K സുധാകരനെയും CPM ജില്ലാ സെക്രട്ടറി MV ജയരാജനെയും പ്രതിഷേധക്കാർ തടഞ്ഞു. വനമന്ത്രി AK ശശീന്ദ്രന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. വനമന്ത്രി AK ശശീന്ദ്രൻ അല്പസമയത്തിനകം ആറളം ഫാമിലെത്തും. വിവരങ്ങളുമായി ആറളത്ത് നിന്ന് സജോ ദേവസ്യ ചേരുന്നുണ്ട്. സജോ, വലിയ രീതിയിലുള്ള പ്രതിഷേധം, അത് നേതാക്കൾക്ക് നേരെ പോലും. അരുൺ പാറക്കലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ പാറക്കൽ, വലിയ പ്രതിഷേധം അത് നേതാക്കൾക്ക് നേരെ പോലും ഉണ്ടായി. അത് സ്വാഭാവികവുമാണ്. ഈ സമവായ ചർച്ചയിലും ഒരു സമവായം രൂപപ്പെട്ടിട്ടില്ല. എന്താണ് ഏറ്റവും ഒടുവിലായി സംഭവിക്കുന്നത്? അരുൺ പാറക്കൽ. റിജിത്ത്, അല്പസമയം മുൻപാണ് ഈ ആറളം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന സർവകക്ഷി യോഗത്തിന് ശേഷം മന്ത്രി AK ശശീന്ദ്രൻ ആറളം ഫാമിലേക്ക് തിരിച്ചത്. അല്പസമയത്തിനകം തന്നെ ആറളം ഫാമിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ആംബുലൻസ്, അതായത് മൃതദേഹവുമായി വന്ന ആംബുലൻസ് കഴിഞ്ഞ 5 മണിക്കൂറായി ഈ ആറളം ഫാമിൽ 13-ാം ബ്ലോക്കിലേക്ക് തിരിയുന്ന ആ റോട്ടിൽ നാട്ടുകാർ പിടിച്ചിട്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തുടങ്ങിയ പ്രതിഷേധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് വേണം പറയാം. ഏകദേശം 6 മണിക്കൂറിലധികമായി നാട്ടുകാരിങ്ങനെ സംഘടിച്ച് പ്രതിഷേധവുമായി നിൽക്കുകയാണ്. ഇതിനിടയിലാണ് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഈ സ്ഥലത്തേക്ക് എത്തിയത്. പ്രതിഷേധക്കാരുമായി ചർച്ച ചെയ്ത് പ്രതിഷേധം തണുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ MV ജയരാജനെയും പ്രതിഷേധക്കാർ തടഞ്ഞു. പിന്നീട് 2 മണിക്കൂറിന് ശേഷമാണ് MV ജയരാജന് വീട്ടിലേക്ക് പോകാൻ, അതായത് ഈ മരിച്ച ആളുകളുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത്. അതിനുശേഷം KPCC അധ്യക്ഷൻ K സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇവിടേക്ക് എത്തി പ്രതിഷേധക്കാരുമായി സംസാരിച്ചു. പക്ഷേ ഒരു തരത്തിൽ അടങ്ങാതിരിക്കുന്ന ഒരു സമീപനമാണത്. മന്ത്രി നേരിട്ടെത്താതെ, വനം മന്ത്രി നേരിട്ടെത്താതെ ഇവരുമായി ചർച്ച ചെയ്യാതെ ഈ പ്രതിഷേധം തണുക്കില്ല എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധക്കാരുള്ളത്. അതുപോലെ തന്നെ വനം വകുപ്പിനെതിരെയും ശക്തമായ പ്രതിഷേധം ഉണ്ടാവുന്നുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് എത്തുന്നില്ല, ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നില്ല എന്നാണ് പ്രധാനമായും ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന കാര്യം. എന്തായാലും ഇപ്പോൾ വനം മന്ത്രി AK ശശീന്ദ്രൻ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പ്രതിഷേധമായി ചർച്ച നടത്തുന്നു. അതിനുശേഷം ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും മൃതദേഹം അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുക. സംസ്കാര നടപടികൾ ഉൾപ്പെടെ ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട്. ആറളം ഫാമാണ്, വന്യജീവി ശല്യം രൂക്ഷമായ സ്ഥലമാണ്. ഈ ഏറെ വൈകിയ സമയത്തും ഈ പ്രതിഷേധം ഇങ്ങനെ തുടരുന്നത് വലിയ തോതിലുള്ളൊരു അസ്വസ്ഥത ശരി, പ്രതിഷേധം ഇപ്പോഴും അവിടെ തുടരുകയാണ്. വനമന്ത്രി AK ശശീന്ദ്രൻ ഇപ്പോൾ ആറളത്തേക്ക് എത്തിയിട്ടുണ്ട്. പ്രതിഷേധക്കാരുമായി അദ്ദേഹം സംസാരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ പാറക്കൽ അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.